ഡിസംബർ 30 നടന്നൊരു കല്യാണത്തിന്റെ വീഡിയോ ഫെബ്രുവരി 22 ഇടുന്നോണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ ഗീസ്? അപ്പം മുടിയൊക്കെ പറത്തിക്കൊണ്ട് കാറ്റൊക്കെ അടിച്ച് രാവിലെ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഏട്ടൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തട്ടാൻ പോവാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ കൂടെ PSCക്ക് പഠിച്ച സഫിയയുടെ കല്യാണമാണ്. കല്യാണം എന്ന് പറയണ്ട, നിക്കാഹാണ്. അപ്പം ആവണീശ്വരത്താണ് പുള്ളിക്കാരുടെ വീട്. അപ്പം ഞാൻ രാവിലെ ട്രെയിനൊക്കെ പിടിച്ച് താണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് നമുക്ക് ഒരാൾ വണ്ടി നിർത്തി കയറ്റാനുണ്ട്. ട്രെയിനൊക്കെ നിർത്തട്ടെ പെട്ടെന്ന്. അപ്പോൾ താണ്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ജിഷ. അയ്യോ എൻ്റെ ജിഷക്കുട്ടി. അപ്പോൾ PC കോച്ചിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഞാനും ജിഷയും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ 4 പേര് അന്ന് ട്രെയിനിലുണ്ടായിരുന്നേ. ഞാൻ, വിനീത, ജിഷ, അതുപോലെ ഇന്ന് കല്യാണപ്പെണ്ണ് നമ്മുടെ സഫിയും. അപ്പോൾ നമ്മുടെ ആവണീശ്വരത്ത് എത്തിയിട്ടുണ്ട്. ആവണീശ്വരത്ത് ഇറങ്ങിയപ്പോൾ ട്രെയിനിൽ ലാലേട്ടൻ്റെ കണക്കൊരു ചരിവുണ്ടോ എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ ഗെയ്സ്? അപ്പോൾ ഈ ഒരു ആവണീശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് സഫിയയുടെ വീട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവിടെ ഇരുന്ന ഉടനെ സഫിയയുടെ ഉമ്മ വന്ന് ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്ന് തന്നു. അതായത് എനിക്ക് കഴിക്കാൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് രാവിലെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇത്രയും സ്വീകരണം കിട്ടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യാറേ ഇല്ല കേട്ടോ. വരണം, സദ്യ ഉണ്ണണം, പോകണം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സഫിയ ഒരുങ്ങായിരുന്നു. ഈ ബാഹുബലിയുടെ ഇടയ്ക്ക് കസേരയെ തോളി വെച്ച് നിൽക്കുന്നത് സഫിയയുടെ ഇത്തായുടെ മോനാണ്, അതായത് സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സഫിയ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ സെക്കൻഡ് ടൈമാണ് ഒരു മുസ്ലിം മാരേജ് അറ്റൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചിരുന്നപ്പം അൻസി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ മാരേജിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സഫിയ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും അവിടുത്തെ ബസ്സുണ്ട്, അവിടുന്ന് ബസ്സിലാണ് ഞങ്ങൾ ഇളമ്പലോട്ട്, അതായത് കല്യാണ ഓട്ടോറത്തിലോട്ട് പോകുന്നത്. ഞങ്ങള് ബസ്സിൽ. അപ്പോൾ ഇതാണ് സഫിയയുടെ ഉമ്മ. അവർ ഫാമിലിയായിട്ട് എല്ലാവരും കല്യാണ ഓട്ടോറത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയ സമയമായിരുന്നു. സഫിയയുടെ സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡും ഉപ്പയും കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോഴും അവരുടെ കൺസേൺ നമ്മുടെ കാര്യത്തിലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങളെങ്ങനെ പോകും, ഞങ്ങളെങ്ങനെ ബസ്സിൽ കയറും. അങ്ങനെ ലാസ്റ്റ് ബസ് കിടക്കുന്നിടം വരെ സഫിയയുടെ ഉമ്മ ഞങ്ങളെ കൊണ്ടാക്കി, ഇതാ ബസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടും അവർ കേട്ടില്ല. നമ്മളെല്ലാവരെയും സേഫായിട്ട് വണ്ടിയിലെടുത്ത് കൊണ്ടാക്കിയിട്ടാണ് അവർ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോറത്തിൽ എത്തിയപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് ബജ്ജി സ്റ്റോൾ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ബജ്ജിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. ഫുഡ് എവിടെ കണ്ടാലും നമ്മളത് കഴിച്ചിരിക്കണം, അതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയപ്പം വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വെച്ച് സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12 മണിയോളം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിൽക്കാൻ നടക്കാൻ നല്ല ലേറ്റാകും. അതുകൊണ്ട് ഞങ്ങൾ താഴെ പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ താഴെ വന്നപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു. ഞങ്ങളെയൊക്കെ മുന്നേ ഇത് മനസ്സിലാക്കിയ ആൾക്കാർ സീറ്റ് പിടിക്കാനായി നേരത്തെ വന്ന് നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നല്ല തിക്കി അകത്ത് കയറിയതാണ്ട് ബിരിയാണി പ്ലേറ്റും നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. നല്ല കിടുക്കം ബിരിയാണി എന്ന് വെച്ചാൽ കിടുക്കം ബിരിയാണിയായിരുന്നു. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ മാക്സിമം പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി, സലാഡ്, അച്ചാർ, പപ്പടം, പിന്നെ ചിക്കൻ ഫ്രൈ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അതെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു, അതും കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് കൂട്ടുകാരി എൻ്റെ ആക്രാന്തം മനസ്സിലാക്കിയിട്ട് അവളുടെ ഐസ്ക്രീമിൻ്റെ പകുതി എനിക്ക് തന്നു. അല്ലാതെ അവർക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. താങ്കു നമ്മനെ പോലെ ആരുമില്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് താഴെ വന്നിരുന്നിട്ടും അവരുടെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഏട്ടനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടു പെട്ടെന്നൊരു ശബ്ദം കേട്ടു ഞാൻ. അങ്ങനെ നമ്മുടെ കല്യാണ പയ്യന് സംഘമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ദഫ് ഫുഡ് കാണണമെങ്കിൽ ഫോണൊന്ന് വേഗം തിരി പെട്ടെന്ന് തിരി. അങ്ങനെ ദഫ്മുട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ദഫ്മുട്ട് എന്ന് തന്നെയല്ലേ, എനിക്ക് അറിയില്ല കേട്ടോ, ആണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പയ്യൻ്റെ വീട് കൊല്ലത്താണ്. അതുകൊണ്ട് കൊല്ലത്തോട്ടൊരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളതിൽ ചാടിക്കയറി ഗൈസ്. അങ്ങനെ ജിഷ കൊട്ടാരക്കര ഇറങ്ങി, ഞാനും വിനീതയും ചീരങ്കാവ് ഇറങ്ങി. ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങളങ്ങനെ ബസ്സിൽ പാട്ട് കേട്ട് പോവുകയാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് വണ്ടി പൊരിക്ക് എത്തിയപ്പോൾ ഏട്ടൻ അവിടെ സ്കൂട്ടിയുമായി നിൽപ്പുണ്ടായിരുന്നു. ഏട്ടൻ അങ്ങനെ എന്നെ വണ്ടി കയറ്റി വീട്ടിലോട്ട് പോകുന്ന വഴി ഡിസംബർ 31 രാത്രി ന്യൂ ഇയർ ആയതുകൊണ്ട് അതിൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്രയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, അത്രയൊക്കെ ഉള്ളു. ടാറ്റാ.